ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ കാറ്റാടികളുടെ കേന്ദ്രത്തിലേക്കാണ്, അതായത് വിൻമില്ലിൻ്റെ ഒക്കെ കേന്ദ്രത്തിലേക്കാണ്. ചില ആൾക്കാരെങ്കിലും കണ്ടിട്ട് റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഇത് കണക്ക് വലിയൊരു സാധനം വലിയൊരു ട്രെയിലറിൽ വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നതാണ്, എക്സ്പോർട്ടായിട്ട് ഒരു വണ്ടിയൊക്കെ പോകുന്നതാണ്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ വിൻമില്ലിൻ്റെ തന്നെ ഒരു ലീഫാണത്, അതായത് ആ ഫാൻ പോലെ നിൽക്കുന്നതിൻ്റെ ഒരു ലീഫാണത്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതിങ്ങനെ നിറയെ ഉള്ള, അതായത് ഒരു 1000-ൽ കൂടുതൽ, അതായത് അടുപ്പിച്ചടുപ്പിച്ച് കിലോമീറ്ററുകളോളം 50 കിലോമീറ്ററിൽ കൂടുതൽ നിറയെ വിൻമില്ലുകളുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് വേറെ എവിടെയല്ല, ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ അവിടത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഇത് കണ്ടോ, ഈ ലീഫ് എത്രമാത്രം വലുതാണെന്നുള്ള കാര്യം ഈ വണ്ടിയുടെ അടുത്തൂടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ ഒരു സാധനമാണ് അവിടെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യുന്നത്. അതായത് ആ ഒരു വിൻമില്ലിൽ 3 ലീഫാണല്ലോ വരുന്നത്. ആ 3 ലീഫ് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് ഫാൻ പോലെ ആണെങ്കിലും ഇത്രയും വലിയ സാധനമാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ ഈ റൂട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതേണക്ക് നിറയെ വണ്ടികൾ കാണാൻ പറ്റും, നിറയെ ലീഫായിട്ട് പോകുന്ന നിറയെ വണ്ടികൾ, ഒന്നും രണ്ടൊന്നും അല്ല. പിന്നെ എന്ന് വെച്ചാൽ കാണുന്ന ടൈം എന്ന് വെച്ചാൽ നൈറ്റ് ഏർലി മോർണിംഗ് ഒക്കെയാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്. അപ്പം അത് കാരണം നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ പോയെന്ന് വെച്ചാൽ വെളുപ്പിനൊരു 4:30 ആയപ്പോഴാണ് വിട്ടത്. എനിക്കൊരു ജോലിയുടെ ആവശ്യത്തിന് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയാണ്. അപ്പം ചിത്രദുർഗ പോകാനായിട്ട് ശരിക്കും 2 hours മതി ബാംഗ്ലൂരിൽ നിന്ന് നേരെ തുംകൂർ റോഡ് വരിക, തുംകൂർ റോഡിൽ നിന്ന് നേരെ സിരയിൽ നിന്ന് നേരെ ചിത്രദുർഗ, അങ്ങനെയാണ് ശരിക്കും ചിത്രദുർഗയ്ക്ക് വരുന്നത്. പിന്നെ അത് കണക്ക് തന്നെ ചിത്രദുർഗ എത്തുന്നതിന് മുമ്പ് തന്നെ നിറയെ ഇതൊക്കെ നമുക്ക് അടുത്തെത്തുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നിറയെ ദൂരെ നിന്ന് കാണാൻ പറ്റും, നിറയെ വിൻമില്ലുകളുള്ളൊരു ഏരിയ. അതിനൊക്കെ അടുപ്പിച്ച് 1-2 കിലോമീറ്ററുകളോളം നമുക്ക് കാണാൻ പറ്റും വിൻമില്ലുകൾ ഇങ്ങനെ നിരത്തി ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വിൻമില്ല് അടുത്ത് പോയി കാണണമെന്ന് ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ വിൻമില്ല് ഭയങ്കരമായിട്ട് കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ അടുത്ത് പോയി കാണാം. നിറയെ അതിനൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയും നിറയെ വിൻമില്ലുകളുണ്ട്. അതും നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോകണം. അപ്പോൾ പോകുന്ന വഴിയാണ് ജസ്റ്റ് ഒരു ടോളിലൊരു വണ്ടി വന്ന് അടിയിൽ അതിൻ്റെ ചേസല്ല അതിൻ്റെ പ്ലേറ്റ് കട്ടായിട്ട് അവിടെ ടോൾ ബൂത്തിൽ തട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചിത്രദുർഗ റോഡിൽ വിട്ടു. ശരിക്കും ചിത്രദുർഗ ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ ഈസിയാണ് കേട്ടോ. നേരെ ഞാൻ പറഞ്ഞില്ലേ, തുംകൂർ റോഡ്, തുംകൂർ വരെ, തുംകൂരിൽ നിന്ന് സിരയിൽ നിന്ന് നേരെ ചിത്രദുർഗ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മലമുകളിൽ നമ്മുടെ ക്യാമറയിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ, നേരെ ആ മലമുകളിൽ നിറയെ വിൻമില്ലുകളാണ്. കാറ്റാടികളുടെ ഒരു കേന്ദ്രം തന്നെയാണ്. 1000-ൽ കൂടുതലുണ്ട് കേട്ടോ. അതിനങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ഈ 200 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ഫുള്ള് റോഡിൻ്റെ 2 സൈഡിലും ഫുൾ വിൻമില്ലുകളാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ അടുത്ത് പോയി കാണാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ ഞാൻ ചിന്തിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ഇത്രയും വലിയ ട്രെയിലറിൽ ഇത്രയും വലിയ ഇത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതും എല്ലാം മലമുകളിലാണ്. അപ്പോൾ മലമുകളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നതിനെ പറ്റി തന്നെ ഇത് ഫുൾ ക്രെയിനിലും അതിനങ്ങനെ ഫുൾ ബോൾട്ടുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ട്രെയിലറിൻ്റെ അടുത്തൂടെ അല്ലെങ്കിൽ ഈ ലീഫിൻ്റെ അടുത്തൂടെ പോയിട്ടുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നേരെ കാണുന്നുണ്ട്. നമ്മുടെ ക്യാമറയിൽ അത്രയും ഒരു ഇത് പെർഫെക്ഷനായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾക്ക് കിട്ടുന്നൊരു പെർഫെക്ഷൻ ക്യാമറയിൽ കിട്ടില്ലല്ലോ. എന്ന് ദൂരെ കാണുന്നുണ്ടോ, എല്ലാം ഇങ്ങനെ നേരെ അടുപ്പിച്ചിരിക്കും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വിൻമില്ലും നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പലയിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും സ്പീഡിൽ കറങ്ങുന്ന വിൻമില്ല് ഞാൻ ഇവിടെ മാത്രം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ശരിക്കും കിലോമീറ്ററോളം 2 സൈഡും അതിനൊക്കെ തന്നെ നേരെയും ഒക്കെ ഫുള്ള് വിൻമില്ലുകളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ആയതുകൊണ്ടും അതിനൊക്കെ തന്നെ ജോലിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുകൊണ്ടാണ് എവിടെയും നിർത്തുന്നില്ല, നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ ഇത് കണക്ക് നമ്മുടെ റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇതിനൊക്കെ 2 സൈഡും, അതായത് ലെഫ്റ്റ് റൈറ്റ് 2 സൈഡിലും വിൻമില്ലുകൾ നിറയെ ഇതിനൊക്കെ കാണാൻ പറ്റും നമുക്ക്. അതും നല്ല രീതിയിൽ കറങ്ങുന്ന വിൻമില്ലുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അതും കുറച്ചൊന്നുമല്ല, കിലോമീറ്ററുള്ള നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പോകുന്ന ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ നിറയെ കാണാനുള്ള നിറയെ ടൂറിസ്റ്റ് പ്ലേസുകളുള്ളൊരു സ്ഥലമാണ്. അത് കണക്ക് തന്നെ നിറയെ ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ചിത്രദുർഗ ഫോർട്ട് കാണാനായിട്ട് കിട്ടിയതാണ്. ചിത്രദുർഗ പോകണേ ഒരു കാരണവശാലും ഫോർട്ട് മിസ് ചെയ്യാൻ പാടില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് അവിടെ നിന്ന് പോകാനാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണ്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ റൂട്ട് നേരെ തന്നെ പോകണമെങ്കിൽ ഗോവയ്ക്കൊക്കെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഒരു 350-400 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനടുത്ത് നിറയെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. ഇപ്പം ദാവങ്കര, ശിവമോഗ, ഇങ്ങനെയുള്ള നിറയെ പ്ലേസുകൾ ഇവിടെ അടുത്തുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 50-100 കിലോമീറ്ററിനകത്ത് തന്നെ പോകാൻ പറ്റുന്ന നിറയെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടൂറിസ്റ്റ് പ്ലേസുകളാണ്. അതേപോലെ നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ ആ റോഡിനടുത്ത് തന്നെ, അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത് പോയി കാണത്തക്ക രീതിയിൽ നിറയെ വിൻമില്ലുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിത്രദുർഗ, അതായത് വിൻമില്ല് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണോ, ശരിക്കും ഈ ഏരിയയ്ക്ക് വന്നാൽ മതി, നിങ്ങൾക്ക് നിറയെ സ്ഥലങ്ങൾ കാണാം. അതുപോലെ തന്നെ 2-3 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനും ഈ ഏരിയയിൽ നിറയെ സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് വരാൻ പറ്റുന്നതാണ്.
ഇത്രയൊന്നുണ്ടല്ലോ ഞാനിങ്ങനെ പറഞ്ഞത്. നമ്മൾ ബാംഗ്ലൂർ താമസിക്കുന്ന പലർക്കും ഒരു ലീവ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നൊരു കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിലും 2-3 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിലും ഈ ഏരിയയ്ക്ക് സൂപ്പറായിട്ട് വരാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബൈക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിറയെ പേരുണ്ട്. അതായത് ബൈക്കിൽ നിറയെ ലോങ് റൈഡ് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇത് അടിപൊളി ഡെസ്റ്റിനേഷനാണ്. അത് കണക്ക് തന്നെ ഇവിടുന്ന് ശിവമോഗ, ദാവങ്കര അല്ലെങ്കിൽ ശിവമോഗ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ പോകുന്ന വഴിക്കാണ് ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്ത് നമ്മൾ ഒരു ടോളിൻ്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിർത്തി തൊട്ടടുത്ത് തന്നെ നമുക്ക് വിൻമില്ലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം വിട്ട് നമ്മൾ നേരെ ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോകണമെന്ന്. ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റൽ ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് 350 കിലോമീറ്ററാണ്. അതിനൊക്കെ ഒരു 3.5 hour 4 hourനകത്ത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിലൊരു ഡാമുണ്ട്. അതിനൊക്കെ ഹോസ്പിറ്റലും വിൻമില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡാമെന്ന് വെച്ചാൽ ചൂട് കാലമായിട്ട് ഫുള്ള് വറ്റി വരണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ ഞങ്ങൾ വരുമ്പോൾ എന്ന് വെച്ചാൽ ഫുള്ളാണ്. അതായത് വെള്ളം നിറച്ചാണ് ഇവിടം വരെ ഉണ്ടായിരുന്നത്. അതിനൊക്കെ നല്ല ഇതിൻ്റെ ഒരു സൈഡ് ഡാമുണ്ട്. നമ്മൾ ഡാമിൽ പോയിട്ടില്ല. ഡാമിൻ്റെ വേറെ സൈഡാണിത്. അപ്പം അവിടെ നിന്ന് വെച്ചാൽ ഫുള്ള് കാലിയായി കിടക്കാണ്. അതായത് ഞാൻ മഴയ്ക്ക് മുമ്പാണ് ഇവിടെ വന്നത്. ആ മഴയ്ക്ക് മുമ്പുള്ള വീഡിയോസാണ് ഈ കാണിക്കുന്നത്. ഇപ്പം ശരിക്കും ഫുള്ളായിട്ടുണ്ടാവും. അത്രയ്ക്ക് നല്ല മഴ പെയ്തിട്ടുണ്ട് നമ്മൾ ബാംഗ്ലൂരൊക്കെ. ബാംഗ്ലൂർ മാത്രമല്ല ഈ ഏരിയയിൽ നല്ല മഴയായിരുന്നു. തിരിച്ച് നമ്മൾ പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അത് കാരണം നല്ല ലേറ്റായിട്ടാണ് തിരിച്ച് ബാംഗ്ലൂർ എത്തിയത്. അപ്പോൾ നമ്മൾ എന്തായാലും ഹോസ്പിറ്റൽ വന്നല്ലേ, ഹോസ്പിറ്റലിൽ എത്താൻ പോകുന്നുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് നല്ലൊരു ടണലുണ്ട്. അപ്പോൾ ടണൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് നേരെ ബാംഗ്ലൂർക്ക് പോകാം എന്ന് കരുതി. അപ്പോൾ നേരെ ടണലിനുള്ളിൽ പോവാണ്. ഇതിൽ അടിപൊളി ടണലാണ് കേട്ടോ നമ്മുടെ കേരളത്തിലുള്ളത്. ഇത് ആകെ ഇത്തിരി ഉള്ളു. അതായത് 1 കിലോമീറ്ററൊന്നും ഇല്ല. ഇത് 1 കിലോമീറ്റർ അടുപ്പിച്ച് വന്നു. അപ്പോൾ നമ്മൾ ടണലൊക്കെ കയറി തിരിച്ചിറങ്ങി നേരെ ബാംഗ്ലൂർക്ക് വിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിത്രദുർഗ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ട്രാവൽ വിശേഷങ്ങൾ. അപ്പം നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. അതുവരെ ബൈ.